ഛത്തീസ്ഗഡിലെ ബസ്തറിലെ വനാന്തരങ്ങൾ ഔഷധ സസ്യങ്ങളുടെ വലിയൊരു കലവറയാണ്. ഇവ സംരക്ഷിച്ച് ആദിവാസികളെ സഹായിക്കുകയാണ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന RR ത്രിപാഠി. കുരുമുളക് കൃഷിക്കും പറ്റിയ സ്ഥലമാണ് ഛത്തീസ്ഗഡ് എന്ന് തെളിയിക്കുന്നു ത്രിപാഠി. ക്യാൻവാസ്. ഇത് RR ത്രിപാഠി, ബസ്തറിലെ ഔഷധ സസ്യങ്ങളുടെ കാവൽക്കാരൻ. ഛത്തീസ്ഗഡിലെ ബസ്തറിലുള്ള കൊണ്ടകാവ് എന്ന സ്ഥലത്തെ വനമേഖലകൾ കേന്ദ്രീകരിച്ചാണ് RR ത്രിപാഠിയുടെ പ്രവർത്തനം. വനത്തിലൂടെ സഞ്ചരിച്ച് അത്യപൂർവ ഔഷധ സസ്യങ്ങൾ കണ്ടെത്തി സംരക്ഷിക്കുക. അത്തരത്തിൽ 292 ഔഷധ സസ്യങ്ങളാണ് ഇന്ന് ഇദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ വളരുന്നത്. ജലദോഷം മുതൽ മാരകമായ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് ത്രിപാഠിയുടെ പക്കൽ ഔഷധമുണ്ട്. These are the turmeric, but a special variety of the turmeric which is called the white turmeric. White turmeric is used for the heart problems, and there are many medicines are made through this turmeric to control the cholesterol level. രോഗപ്രതിരോധത്തിനായി ബസ്തറിലെ ആദിവാസികൾ പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്ന ഔഷധ സസ്യങ്ങളെ അവരിലൂടെ തന്നെ സംരക്ഷിക്കുന്നു. ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആദിവാസികളിൽ ബോധവൽക്കരണം നടത്തുന്നു. ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കാനുള്ള ത്രിപാഠിയുടെ ദൗത്യത്തിൽ ഇന്ന് ബസ്തറിലെ 1400 ആദിവാസികൾ പങ്കാളികളായി കഴിഞ്ഞു. We have to protect the trees, we have to protect the climbers, we have to protect the insects, ants, flies, everything. This complete ecosystems is required to grow medicinal plants for their best of natural ingredients. വനത്തിലൂടെ നടക്കുമ്പോൾ കൊതുക് കടിയേറ്റ് മലേറിയ വരുമെന്ന് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ മഞ്ചുകോടി എന്ന ചെടിയുടെ ഇല പറിച്ച് കഴിക്കാൻ RR ത്രിപാഠി ഉപദേശിച്ചു. മലേറിയ പ്രതിരോധത്തിനുള്ള ഔഷധമായിരുന്നു അത്. വിഷാദരോഗത്തിനുള്ള സർപ്പഗന്ധ, സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സദാവരി, കണ്ണിനു വേണ്ടിയുള്ള ഹൺകോൺ, മറ്റ് വിവിധ രോഗങ്ങൾക്കുള്ള പ്രതിരോധ ഔഷധമായി ഉപയോഗിക്കാവുന്ന പോരാമേരി, തെലീകാന്ത തുടങ്ങി നിരവധി അത്യപൂർവ ഔഷധങ്ങളാണ് ത്രിപാഠിയുടെ സംരക്ഷണയിൽ വളരുന്നത്. പലതും ബസ്തറിലെ ആദിവാസികൾക്ക് മാത്രം അറിയാമായിരുന്ന ഔഷധ സസ്യങ്ങളായിരുന്നു. It is one of the best source of the vitamin E, so the pharma world likes it too much. And even after deriving the vitamin E oil from the seeds, the oil cake is used for the poultry feed. So this is very important. We are growing it on more over 500 acres with the help of 300 tribal peoples. ഉയർന്ന വേതനം ലഭിച്ചിരുന്ന ബാങ്ക് ഉദ്യോഗം വേണ്ടെന്ന് വെച്ചാണ് RR ത്രിപാഠി ഔഷധ സസ്യങ്ങളുടെ കാവൽക്കാരനായത്. ബസ്തറിലെ ആദിവാസി സമുദായത്തിൽ നിന്ന് ജീവിത പങ്കാളിയെയും കണ്ടെത്തി. മാ ദന്തേശ്വരി ഓർഗാനിക് ഹെർബൽ ഫാം എന്ന പേരിൽ ഒരു സന്നദ്ധ സംഘടന രൂപീകരിച്ചായിരുന്നു ത്രിപാഠിയുടെ പ്രവർത്തനം തുടങ്ങിയത്. ആയുർവേദത്തിൽ PhD ഉള്ള ത്രിപാഠി ഇക്കണോമിക്സ് ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ MA ബിരുദവും നേടിയിട്ടുണ്ട്. കോർപ്പറേറ്റ് നിയമത്തിൽ LLBയും കരസ്ഥമാക്കി. ബാങ്ക് ജോലി ഉപേക്ഷിച്ച് ഔഷധ സസ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ ത്രിപാഠിയെ ആദ്യം കുടുംബാംഗങ്ങൾ പോലും പരിഹസിച്ചു. പക്ഷേ ഇന്ന് ഛത്തീസ്ഗഡിലെ ബസ്തറിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുകയാണ് ഈ 52 വയസ്സുകാരൻ. നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തുന്നു. വനത്തിൽ കുരുമുളക് വള്ളികൾ വെച്ചുപിടിപ്പിക്കുക. ഛത്തീസ്ഗഡിൽ തന്നെ ആദ്യമായാണ് കുരുമുളക് പരീക്ഷണം. നീളത്തിൽ വളരുന്ന മരങ്ങൾ തിരഞ്ഞെടുത്ത് കുരുമുളക് തൈകൾ വെച്ചുപിടിപ്പിച്ചു. ഇന്നത് വളർന്ന് പന്തലിച്ചു. കഴിഞ്ഞ വർഷം കുറച്ചു പ്രദേശത്ത് മാത്രം നട്ടുവളർത്തിയ വള്ളികളിൽ നിന്ന് ആദിവാസികൾ ശേഖരിച്ചത് 640 കിലോ കുരുമുളകാണ്. ഛത്തീസ്ഗഡ് സർക്കാരുമായി ആലോചിച്ച് ബസ്തർ വനത്തിലെ കൂടുതൽ മേഖലയിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കാനാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇതോടെ ആദിവാസികൾക്ക് മെച്ചപ്പെട്ട വരുമാനവുമാകും. മാവോയിസ്റ്റ് ഭീഷണിയിൽ കഴിയുന്ന ബസ്തറിൽ ഇത്തരം നീക്കങ്ങൾ മാറ്റങ്ങൾക്ക് വഴിതുറക്കുമെന്നാണ് സർക്കാരും പ്രതീക്ഷിക്കുന്നത്. Even from 1 acre, we are collecting the black pepper of approx 300 kg. So this is the certified organic black pepper, and we are going very good, getting very good rate.
ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ബസ്തറിൽ നടക്കുന്ന പ്രവർത്തനം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് RR ത്രിപാഠി. ഇന്ത്യ ഗേറ്റിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത ലക്കം അടുത്തയാഴ്ച ഇനി ഏഷ്യാനെറ്റ് ന്യൂസിൽ. നമസ്കാരം.